ഒരു നാർസിസിസ്റ്റ് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. ഈ ഒരു കാര്യം കമൻറ്റിൽ പലരും പറയാറുമുണ്ട്. ശരിക്കും ഇത് പൂർണ്ണമായിട്ടും ശരിയാണോ? ഒരു നാർസിസിസ്റ്റ് എൻറ്റയർലി ആരെയും കെയർ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ ഒരു ഹെൽത്തി രീതിയിലുള്ള കെയർ ആയിരിക്കില്ല ഇവർ ചെയ്യുന്നത്. ഇവരുടെ കെയർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇവർ കെയർ ചെയ്യുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇവർ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺട്രോളാണ് ഇവർ ഏറ്റവും അധികം കെയർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും ഭയങ്കര സംഭവമായിട്ട് കെയർ ചെയ്യും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവരുടെ കൺട്രോളിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കൺട്രോളിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ, ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ വളരെ വലിയ രീതിയിൽ കെയർ ചെയ്യുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യും. ഇതുവരെ നിങ്ങളെ വിളിക്കാത്ത ആളുകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളെ കാണാത്ത ആളുകൾ നിങ്ങളെ കാണും, നിങ്ങൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു മാറ്റം നിങ്ങൾ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചതിന് ശേഷം ഇവർക്കുണ്ടാവുന്ന ഈ ഒരു ചേഞ്ച് എന്തുകൊണ്ടാണ്, എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. സോ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ടോപ്പിക്കിലേക്ക് പോവാം. സോ ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും കാലം ടോക്സിക് ആയിട്ടും മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എവിടെയും കാണാത്ത ഒരു ചേഞ്ചാണ് ഇവർ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്ന ഈ ഒരു കെയർ. ഈ ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഇത് മുന്നോട്ട് പോവില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളെടുക്കുന്ന ഒരു തീരുമാനമാണ് ഇത് വേണ്ട എന്നുള്ളത്. ആ ഒരു തീരുമാനത്തിൽ അവരിൽ നിന്ന് വരുന്ന ഒരു റിയാക്ഷനാണ് അവരുടെ ആ ഒരു കെയർ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് കഴിയുമ്പോൾ ഈ നാർസിസ്റ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് നിങ്ങളുടെ സന്തോഷം തേടി പോകുന്ന സമയത്ത് അവർക്കുള്ളിൽ ഉണ്ടാവുന്നതൊരു പാനിക്കാണ്, ഒരു സഡൻ ടെൻഷൻ ആയിരിക്കും ഇവരുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ കാരണം ഇത്രയും കാലം എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും സോറി പറഞ്ഞ് റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടും അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ശ്രദ്ധകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കുകയാണ്. ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് നിന്നു പോകുന്നു. അവർ നിങ്ങളെ വിളിക്കാത്തതും എല്ലാത്തിനും പരാതി പറഞ്ഞ് അവരുടെ കൈയും കാലും പിടിച്ച് നിങ്ങൾ പിന്നാലെ നടക്കുന്നു. ഇതും നിന്നു പോകുന്നു. അവർക്ക് നിങ്ങളുടെ മേലൊരു കൺട്രോൾ കിട്ടുന്നില്ല. എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവാണ്. ഒരു കാര്യവും നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഒരു ഇമോഷണൽ റെസ്പോൺസും നിങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ എന്ത് ചെയ്യും, എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ പാനിക്കാവും. ഇവിടെയാണ് ഫസ്റ്റ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ അവർ ടോക്സിക് ആണെന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി തുടങ്ങി എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു പാനിക് സ്റ്റേജിലാണ് അവർ അടുത്ത ഓരോ സൈക്കിളിലേക്കും നിങ്ങളെ വീണ്ടും കൊണ്ടുപോവാൻ ശ്രമിക്കുന്നതും. ഈ ഒരു പാനിക്കായി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവർ പിന്നെ നിങ്ങളെ നൈസായിട്ട് അവരിലേക്ക് അടുപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ റീബിൽഡ് ചെയ്തെടുക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചെറിയ ചെറിയ മെസ്സേജുകൾ അയക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഒരുപാട് രീതിയിൽ നിങ്ങളെ ചെറിയ ചെറിയ രീതിയിൽ ബ്രെഡ് ക്രംബിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ആദ്യം ശ്രമിക്കും. ഇത് നടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ലവ് ബോംബിംഗ് തുടങ്ങും. നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, നിനക്ക് വേണ്ടി ഞാൻ മാറാം, എനിക്ക് പറ്റിയത് തെറ്റായിപ്പോയി എന്നൊക്കെ ഇതുവരെ അവരിൽ നിന്ന് ഒരിക്കലും കേൾക്കാത്ത സോറി വരെ ചിലപ്പോൾ കേട്ടെന്ന് വരാം.
അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഇനി ഉണ്ടാവില്ല, നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ഇതും നടക്കുന്നില്ല എന്ന് കണ്ടാൽ വേറെ ഫ്യൂച്ചർ ഫേക്കിംഗ് ആയിരിക്കും. ഫ്യൂച്ചറിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ലേ, നമുക്ക് അങ്ങനെ പോവാം, അത് ചെയ്യാം, അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെ ഫ്യൂച്ചർ ഫേക്കിംഗ് ആയിരിക്കും. ഇതും നടന്നില്ലെങ്കിലോ ഇങ്ങനെ ഈസി ആയിട്ടുള്ള ലവ് ബോംബിംഗ് ടാക്ടിക്സ് ഒന്നും നടക്കാതെ വരുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു റേജ് പുറത്തു വരും. ഇവർ പിന്നെ നല്ല രീതിയിൽ ദേഷ്യപ്പെടാൻ തുടങ്ങും, പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഭീഷണിയായിരിക്കും. ഞാൻ പോയി ആത്മഹത്യ ചെയ്യും, എന്നെ വിട്ട് പോകാൻ പാടില്ല, ഇങ്ങനെ പല രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഈ ഒരു കൺട്രോളിൽ നിങ്ങൾ അത്ര പെട്ടെന്ന് അങ്ങ് വീണ് പോയില്ല എന്ന് വിചാരിക്കാം. ഒരുപാട് കാലം നാർസിസ്റ്റിന്റെ കൂടെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പലരും ഇതിൽ പെട്ടു പോവാറില്ല. അത്രയും ഇമോഷണലി അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയി പെട്ടുകിടക്കുന്ന ചിലർ മാത്രമേ ഇതിൽ വീണ്ടും വീണ്ടും വീണു പോവാറുള്ളൂ. ചിലരത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ചുറ്റുപാടുമുള്ള മക്കളോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പലരെയും ഓർത്തുകൊണ്ട് വീണ്ടും അതിൽ വീണു പോകും. പക്ഷേ ഇതിൽ വീണു പോവാതിരുന്നാൽ, ഈ ഒരു ദേഷ്യത്തിൽ വീണു പോവാതിരുന്നാൽ എന്ത് സംഭവിക്കും? അവരൊരു വിക്ടിമാവാൻ തുടങ്ങും. ഞാൻ നിനക്ക് ഇത്രയും ചെയ്തു തന്നിട്ടും നീ എന്നെ വേണ്ടാന്ന് വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. നിങ്ങൾക്കുള്ളിലൊരു ഗിൽറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. അങ്ങനൊരു ഗിൽറ്റ് നിങ്ങൾക്കുള്ളിൽ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യും, ഒന്നും കൂടെ ക്ഷമിച്ചു കൊടുക്കുമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതവർ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലും ശ്രമിച്ചിട്ടുണ്ടാവും, അത് നേടിയെടുത്തിട്ടും ഉണ്ടാവും. അങ്ങനെയാണ് ഒരു നാർസിസ്റ്റിക് പാറ്റേൺ മുന്നോട്ട് വരുന്നത്. ഇനി ഈയൊരു ഗിൽട്ടും വർക്കൗട്ടായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ ചുറ്റുമുള്ള നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകളെ എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒന്നും കൂടെ പ്രഷർ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. നിങ്ങളിൽ നിന്ന് അവർക്കൊരു റെസ്പോൺസ് കിട്ടണം. അത് ചിലപ്പോൾ കോമൺ ഫ്രണ്ട്സുമായിട്ടോ, ഇവർ അവിടെ പോയി പറയുന്ന സ്റ്റോറി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇവർ ഭയങ്കര ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടും നിങ്ങൾ അവരെ വേണ്ടെന്ന് വെക്കുന്നു. ഈ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ സുഹൃത്തുക്കളെയും പാരൻസിനെയൊക്കെ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ അവരൊക്കെ വന്ന് നിങ്ങളോട് ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും, എടാ ഒരു ചാൻസ് കൂടെ കൊടുക്ക്, പാവല്ലേ. ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ അഡ്വൈസിലൂടെ നിങ്ങൾ വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് ചാടും എന്നുള്ളതാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ. അതിലും നിങ്ങൾ പെട്ടുപോയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്റ്റോറി വെച്ചിട്ട് തന്നെ ഇവർ വേറൊരു ഗെയിം കളിക്കും. എല്ലാവരുടെയും മുന്നിൽ ഇവർ വിക്ടിമാവും. നിങ്ങളുടെ മുമ്പിൽ മാത്രമല്ല, നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുതിയ കഥ അടിച്ചിറക്കി എല്ലാവരുടെ അടുത്തും പോയി ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇവരവിടെ നല്ല ആളാണ്, അവർ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു, ഈ നാർസിസ്റ്റും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തില്ല. സോ നിങ്ങളവിടെ പ്രശ്നക്കാരനും നാർസിസ്റ്റ് അവിടെ ഒരു വിക്ടിമും ആകും. ഇവിടെ നിങ്ങളെ തീരെ വിശ്വസിക്കുകയോ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളോ ആണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളതെങ്കിൽ അവരുടെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ മാത്രം തെറ്റുകാരാവും. ഇങ്ങനെ വരുത്തി തീർക്കാൻ ഈ നാർസിസ്റ്റിന് വലിയ സമയമൊന്നും വേണ്ട. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ വരുന്ന സമയത്ത് അവർ നിങ്ങളെ അങ്ങ് കുറ്റക്കാരനാക്കും അല്ലെങ്കിൽ കുറ്റക്കാരിയാക്കും. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, നല്ല പുണ്യമായ വലിയ ഒരു റിലേഷൻഷിപ്പ് നിന്റെ തെറ്റായ സ്വഭാവം കാരണം അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഈ ഒരു കഥ അവർ എല്ലാവരിലും എത്തിക്കുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് നിങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു നാർസിസ്റ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നതും അയാൾ പ്രവർത്തിക്കുന്നതും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഏക വഴി. ഇവരുടെ ലവ് ബോംബിംഗ് സ്ട്രാറ്റജി നിങ്ങൾ അറിഞ്ഞിരിക്കണം.
എപ്പോഴും നിങ്ങൾ ചിന്തിച്ച് മനസ്സിൽ റിപ്പീറ്റഡായി ചോദിക്കേണ്ട ഒരു ചോദ്യം, വൈ നൗ? ഇത്രയും കാലം എന്നെ വേദനിപ്പിച്ച ഒരാൾ, ഇത്രയും കാലം ഒരു സെക്കൻഡ് പോലും എൻ്റെ ഒരു വാക്ക് കേൾക്കാനോ എൻ്റെ ഒരു വേദന മനസ്സിലാക്കാനോ നിൽക്കാത്ത ഒരാൾ, ഒരു സാഹചര്യത്തിലും ഒരു ഇമോഷണൽ സപ്പോർട്ടും തരാത്ത ഒരാൾ, ഇത്രയും അധികം നിങ്ങളെ ചതിച്ച ഒരാൾ, വേദനിപ്പിച്ച ഒരാൾ, ഇയാൾ ഇത്രയും കാലം എന്നോട് ഒരു സ്നേഹവും കെയറും കാണിക്കാതെ ഇപ്പോൾ ഞാൻ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച ആ ഒരു സെക്കൻഡിൽ മാത്രം എന്തുകൊണ്ട് സ്നേഹം കാണിക്കുന്നു എന്നുള്ളത്, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ വരും. ടു റീഗെയിൻ ദ കൺട്രോൾ ബാക്ക്. നിങ്ങളുടെ മുകളിലുള്ള ആ ഒരു കൺട്രോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു കെയർ കാണിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഓരോ സ്റ്റേജും നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഇരുമ്പ് ഒരു മാഗ്നറ്റിൽ അറ്റാച്ച് ആവുന്നത് പോലെ, അട്രാക്റ്റ് ആവുന്നത് പോലെ നിങ്ങൾ തിരിച്ച് അയാളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു നാർസിസ്റ്റിൻ്റെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്ര തവണ തിരിച്ചു ചെന്നാലും സെയിം സൈക്കിളായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇവർ ആദ്യം ലവ് ബോംബ് ചെയ്ത് നിങ്ങളെ കൺട്രോളിലാക്കും, പിന്നെ നിങ്ങളെ കംപ്ലീറ്റ്ലി ഡീവാലുവേറ്റ് ചെയ്ത് ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് വളരെ മോശമായ രീതിയിലുള്ള ഒരു സ്റ്റേജ്. ഇതിൽ മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതെല്ലാം മനസ്സിലാക്കി ഒന്നെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരും, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ഡിസ്കാർഡ് ചെയ്യും. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ വന്നെത്തും. ഏതൊരു സ്റ്റേജിലും ഇയാൾ തിരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ ശ്രമിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇത് തടയാനുള്ള ഒരേ ഒരു മാർഗം ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഈ സമയത്ത് ഇയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഈ ഒരു സാഹചര്യം മുൻപ് വന്നപ്പോൾ ഇയാൾ ഇങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അയാൾക്കൊരു ചാൻസ് കൊടുത്തു, ആ ചാൻസിന് ശേഷം ഒരാഴ്ച മാത്രമേ അയാൾ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, അടുത്ത ആഴ്ച തന്നെ വീണ്ടും അയാൾ ടോക്സിക് ആയിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഇടയിൽ മുന്നേ സംഭവിച്ചിട്ടുള്ള ഓരോ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടു വേണം തീരുമാനങ്ങൾ മുന്നോട്ടെടുക്കാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പൂർണ്ണമായിട്ടും സാധിക്കുകയുള്ളൂ. സോ ഏതൊരു സ്റ്റേജിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും അധികം ടോക്സിക് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ചിന്തിച്ചു കൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കണം. എപ്പോഴും ഹെൽത്തി ബൗണ്ടറി എന്നുള്ളത് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എൻ്റെ ജീവിതത്തിന് ചുറ്റുമുള്ള ഹെൽത്തി ബൗണ്ടറി ഇതാണ്, ഇതിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ ഒരു ജീവിതത്തിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു ബൗണ്ടറി മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ അയാളോട് തുറന്ന് പറയണം. എൻ്റെ ജീവിതത്തിൽ ഇതേ പറ്റൂ, ഇത് പറ്റില്ല. അതാണ് സ്റ്റാൻഡേർഡ്, അതാണ് നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു വാല്യൂ. സോ ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാം ആവശ്യം വരുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യത്തിൽ പെട്ടുകിടക്കുന്ന ആളുകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ വീഡിയോ അവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.